ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. വിശ്വാസത്തിന്റെ ദ്വന്ദ്മുഖത്തെ കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുക. രണ്ട് മുഖമുണ്ടാകുക എന്നാൽ കാപട്യം എന്നാണ് അർത്ഥം. വിശ്വാസം പ്രബോധിപ്പിക്കുന്നത് ഒന്ന്, വിശ്വാസം വഴിയെ ചരിക്കുന്നത് മറ്റൊരു രീതിയിൽ എന്നായി മാറുമ്പോൾ വിശ്വാസ ജീവിതം ഒരു കപട മുഖമുള്ളതായിട്ട് മാറും. വിശ്വാസം വഴി വ്യതിചലിക്കപ്പെടുമ്പോൾ വിശ്വാസ ജീവിത ചര്യകൾ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി മാറുമ്പോൾ നമ്മുടെ ജീവിതം അധാർമികമായി മാറും എന്ന കാര്യം നമ്മൾ ഓർക്കണം. നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണെന്ന് തിരിച്ചറിയാതെ പോകുന്നതും, അതല്ലെങ്കിൽ വിശ്വാസത്തിന്റെ നേർമുഖത്തെ മറച്ചുവെക്കുന്ന രീതിയിലുള്ള പ്രഘോഷണങ്ങൾ ഉണ്ടാകുന്നതും ഈ കാലഘട്ടത്തിൽ സാധാരണമായി മാറിയിട്ടുണ്ട്, ഒരലങ്കാരമായി മാറിയിട്ടുണ്ട് എന്ന വസ്തുത നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ക്രൈസ്തവ ജീവിതം ഈ ലോകത്ത് പ്രകാശിപ്പിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ജീവിതം വഴിയാണ് അത് സാധ്യമാവുക, പ്രഘോഷണം വഴിയല്ല. വാക്കും പ്രവൃത്തിയും ഒന്നു തന്നെയായി മാറിയ യേശു ഒരേ സമയം ദൈവം രക്ഷിക്കുന്നു എന്ന വാക്ക് നാമമായി ധരിക്കുമ്പോഴും അതേസമയം തന്നെ ആ പ്രവൃത്തി തന്റെ ജീവിതം വഴി നിറവേറ്റുമ്പോഴും ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത് ദൈവത്തിന്റെ സ്നേഹത്തെയും കാരുണ്യത്തെയാണ്. ക്രിസ്തുവിൽ പ്രകാശിതമായ രക്ഷയുടെ ലോകം ആനുകാലിക സമൂഹത്തിന് അനുഭവപ്പെടുത്തുക എന്ന ധർമ്മം എനിക്ക് നിങ്ങൾക്കുണ്ട് എന്ന കാര്യം നാം മറന്നുകൂടാ. ഇത് ഏതെങ്കിലും ചില വ്യക്തികളിൽ മാത്രം നിക്ഷിപ്തമാകുന്നതോ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടതുകൊണ്ട് മാത്രം പൂർത്തിയാകുന്നതോ ഒന്നല്ല. ജീവിത വഴിയെ പരിശോധിക്കാൻ കഴിയുമ്പോഴാണ് വിശ്വാസം എന്താണ് ലോകത്തിന് നൽകുന്നത് എന്ന കാര്യം വ്യക്തമാകുക. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പ് വളരെ ചെറുതാണ്. വിശ്വാസം അപരോന്മുഖമായി മാറുമ്പോൾ അത് ക്രിസ്തുവിലായിത്തീരും. അവനവന് വേണ്ടി തന്നെയാണ് വിശ്വാസം എന്ന നിലയ്ക്ക് ചുരുക്കപ്പെടുമ്പോൾ അത് അധാർമികതയിലേക്ക് വഴുതി വീഴും, അന്ധവിശ്വാസത്തിലേക്ക് വഴുതി വീഴും. വിശ്വാസ വഴിയെ ചരിക്കുമ്പോൾ നിരവധി അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. ഈ അന്ധവിശ്വാസങ്ങൾ കുടുങ്ങിപ്പോകുന്നത് നാം അറിയാതെ പോകുന്നുണ്ട്. നാം പറയുന്നത് എന്ത് എന്നതിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാതെ പോകുന്നത് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളുമായി അതിന് ബന്ധമില്ലാതെ വരും. അപ്രകാരമായിത്തീരുമ്പോൾ ദൈവവചനം അവഹേളിതമാകുന്നു, വിശ്വാസം അവഹേളിതമാകുന്നു, വിശ്വാസം ലോകസമക്ഷം കേവല അന്ധതയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ നമ്മുടെ മധ്യയുണ്ട്, ഇനിമേൽ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല എന്ന സഫാനിയ 3:16 നാം അധരം കൊണ്ട് പ്രഘോഷിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ലോകസമക്ഷം നമ്മുടെ ഭയം അടയാളപ്പെടുത്തപ്പെടുമ്പോൾ വാസ്തവത്തിൽ നാം പറയുന്ന വചനത്തിന്റെ സത്യസന്ധതയെ സംബന്ധിച്ച് സംശയം ഉരുവാകും. അത് കേവല നുണയായി ധരിക്കപ്പെടും. ക്രിസ്തു ജീവിതത്തിന് നായകനും രക്ഷകനുമാണ്, അവൻ കൂടെയുണ്ട്, അവനിലാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ പരാതിയും പരിഭവമില്ലാത്തൊരു ജീവിതം നമുക്കുണ്ടാകണം. പക്ഷെ ദേവാലയങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെ ഉയരുന്ന മുറവിളികൾ യഥാർത്ഥത്തിൽ അവനവന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതായി മാറുന്നു. അപ്രകാരം സ്വയം കേന്ദ്രീകൃതമായി പോകുമ്പോൾ ലോകത്തിന് മുമ്പിൽ നാം അവതരിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെയല്ല, സ്വാർത്ഥത്തെയാണ്. ഇങ്ങനെ സ്വാർത്ഥം പ്രകാശിതമാകുന്ന വേളകളിലൊക്കെ ക്രൈസ്തവ നാമം ഈ ലോകത്തിന് മുൻപിൽ കാപട്യമുള്ളതായിട്ട് അനുഭവപ്പെടും. അത്തരം അനുഭവപ്പെടലുകൾ യഥാർത്ഥ പ്രഘോഷണ വഴിയെ തടയുന്നവയാണ് എന്നത് നാം തിരിച്ചറിയുന്നില്ല. യേശുക്രിസ്തുവിൽ നാം എല്ലാം രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറയുകയും അതേസമയം രക്ഷ തേടി നാം അലയുകയും ചെയ്യുമ്പോൾ നാം പറയുന്ന വചനത്തിലെ വിശ്വാസ്യത തകർക്കപ്പെടുന്നുണ്ട്. ഈ വിശ്വാസ്യത തകർക്കപ്പെടുമ്പോൾ നാം നുണയന്മാരായി മാറുന്നു എന്നതിനേക്കാൾ നാം പറയുന്ന കാര്യങ്ങളും സത്യസന്ധമല്ല എന്ന നിലയ്ക്ക് വരും. യേശു ദൈവമാണെന്ന് പറയുമ്പോൾ ആ ദൈവം നമുക്ക് നൽകിയ വിമോചനത്തെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഈ ലോകത്തിന്റെ താൽക്കാലികതകളിൽ കുടുങ്ങിപ്പോകുന്ന മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ നാം ലോകത്തോട് പറയുന്നത് നുണയാണ്. ആ നുണ യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന ഒരു അപരാധമായിരിക്കെ അത് ലോകസമക്ഷം അവതരിക്കപ്പെടുക നാം പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന നിലയ്ക്കാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 25-26 തിരുവചനങ്ങളിൽ വചനം പറയുന്നുണ്ട്, ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും നീട്ടാൻ
നിങ്ങളിൽ ആർക്ക് സാധിക്കും? കേവലം ഇതുപോലും സാധ്യമല്ലെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങൾ നാളെയെക്കുറിച്ച് എന്തിനാകുലരാകും? ബാല്യകാലം മുതൽ നാം കേട്ടു വളരുന്ന ഒരു വചനമാണ്. നിരവധിയായ സുവിശേഷ പ്രഘോഷണ മേഖലകളിൽ വ്യാഖ്യാനിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്ന വചനമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന നാം ആകുലപ്പെട്ടു പോകുമ്പോൾ നാം ഈ ലോകത്ത് പടർത്തുന്നത് വിശ്വാസമല്ല, ആകുലതയാണ്. ആ ആകുലത പടർത്തുമ്പോൾ നാം ലോകത്തോട് പറയുന്നത് യേശു ലോകത്തെ രക്ഷിച്ചിട്ടില്ല എന്നാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തു ഇടപെടുന്നത് കേവലം താൽക്കാലികതകൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ നിത്യസൗഭാഗ്യത്തിലേക്കുള്ള വിളിയെ സംബന്ധിച്ച ഉത്തമ ബോധ്യത്തിൽ നിന്ന് നാം കാൽവഴുതി വീഴുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നത് സ്വന്തം കാര്യം നേടാനോ താൽക്കാലികതകൾ നിറവേറ്റപ്പെടാനോ വേണ്ടിയാണെന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസ വഴിയിൽ നിന്ന് നാം വ്യതിചലിച്ചു എന്ന കാര്യം നാം അറിയണം. നമുക്ക് ബലഹീനതകളുണ്ട്, ജീവിത പ്രാരാബ്ധങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അവയൊക്കെ നമ്മെ വ്യാകുലപ്പെടുത്തുന്നുണ്ട്. അത്തരം വ്യാകുലങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ താൽക്കാലികതകളെക്കാൾ അപ്പുറമുള്ള ഒരു നിത്യതയെ ജീവിതത്തിൽ നാം ദർശിക്കുന്നു എന്നിടത്താണ് വിശ്വാസം ശക്തിമത്തായി തീരുക. അതാണ് ലോകസമക്ഷം വിളക്കായിട്ട് മാറുക. നിരാലംബരായി നിരാശ്രയരായി ലോകമെമ്പാടും അലയുന്ന മനുഷ്യകോടികൾക്ക് ക്രിസ്തുവിൽ രക്ഷ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷിതമാണ് എന്നൊരു ബോധ്യത്തിൽ ആ രക്ഷിതമായ ചിന്തകളിൽ നിന്ന് വിമോചിതമായി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. ജീവിത യാഥാർത്ഥ്യങ്ങൾ പരിപരുത്തതാണ്, പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. അവ ഈ ലോകത്തെ എല്ലാവർക്കും ഒരുപോലെയാണ്. പല പ്രകാരങ്ങളിൽ ദുഃഖിതരായിരിക്കുന്നവരും സങ്കടപ്പെടുന്നവരും ജീവിത വ്യാകുലങ്ങളിൽ പെട്ടുപോകുന്നവരുമാണ് മനുഷ്യർ. ജീവിതാവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നിരവധിയായ രീതിയിൽ നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അവയൊക്കെ നിൽക്കുമ്പോഴും അതിനേക്കാളൊക്കെ ഉപരിയായ ഒന്നിൽ പ്രത്യാശ വയ്ക്കാനും ജീവിതം ഉറപ്പിക്കാനും നമുക്ക് കഴിയും എന്ന് ബോധ്യം വരുമ്പോഴാണ്, അവനവനെ ഉപേക്ഷിക്കുക വഴി അവരന് വേണ്ടിയായിത്തീരാൻ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരുന്നതും വിശ്വാസ സാക്ഷ്യമായി തീരുന്നതും. ഇന്ന് നമ്മൾ കാണുന്ന സാക്ഷ്യങ്ങൾ കാര്യങ്ങൾ നേടിയതിനെ കുറിച്ചുള്ളതാണ്. പരീക്ഷയിൽ പാസ്സാകാൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, കാശുരൂപം കയ്യിലുണ്ടായതുകൊണ്ട് ആ കാശുരൂപം വെച്ച് എഴുത്ത് എളുപ്പമാക്കി മാറ്റാൻ പറ്റി, ഉത്തരങ്ങൾ കൃത്യമായി കണ്ടെത്താൻ പറ്റി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ഒരു ഉപകരണമാക്കി നാം തരം താഴ്ത്തുകയാണ്. പ്രാർത്ഥനകൾ ഉപകരണാത്മകമായി പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പ്രഘോഷണ വേദികളിൽ പോലും 73 വിശുദ്ധ ഗ്രന്ഥ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടിയ പ്രാർത്ഥന ഹബക്കുക്ക് പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, 2 ദിനവൃത്താന്തത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ പരിപൂർണതയായ ക്രിസ്തുവിനെ നാം തള്ളിക്കളയുന്നു. യേശുക്രിസ്തുവിൽ സർവം സ്വീകരിക്കുന്ന, പിതാവിന്റെ കരങ്ങളിൽ നിന്ന് ജീവിതത്തെ സ്വീകരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വരികയും ക്രിസ്തുവിൽ ഇവയൊക്കെ അതിജീവിക്കുന്നവരായി സ്വയം സമർപ്പണം വഴി മുന്നേറാൻ കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വിളിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മൾ പ്രഘോഷണ വേദികളിൽ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൽക്കാലികതകൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചാണ്. കുടുംബം രക്ഷപ്പെടാനായി നീ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുക. ലോകരക്ഷ ക്രിസ്തുവിൽ പൂർണ്ണമായെന്നും ക്രിസ്തുവിൽ നവീകൃതമായ ലോകത്തേക്കാണ് നാം വിളിക്കപ്പെടുന്നതെന്നും അങ്ങനെ പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞിരിക്കുന്നവരാകയാൽ നാം സ്വർഗോന്മുഖരായി ജീവിക്കണമെന്നും വചനം പഠിപ്പിക്കുമ്പോൾ ഈ സ്വർഗം എന്ന ലക്ഷ്യത്തെ നിസാരവൽക്കരിക്കുന്ന ഒരു ജീവിതമായി നമ്മുടേത് മാറുന്നു. ഭാവിയിൽ ഉണ്ടായിരുന്ന സ്വർഗത്തെക്കുറിച്ചാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ അനുനിമിഷം ക്രിസ്തുവിലായിത്തീരുന്ന ഒരാൾ ലോകത്തിന് മരിച്ച് പാപത്തിന് മരിച്ച് ക്രിസ്തുവിനടിമയായി ജീവിക്കുന്നു. അതുകൊണ്ട് അപരോന്മുഖമായി ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് സ്നേഹവും കരുതലും കൊടുക്കുന്നവരായി കാരുണ്യത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുന്നു. ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഒരാളുടെ ജീവിതത്തിലെ കഷ്ടതകളെയും നശ്വരതയും മറികടക്കുന്നത് എങ്ങനെയാ? കഷ്ടതകളെ മറികടക്കുന്നത് കഷ്ടതകൾക്ക് എന്തെങ്കിലും താൽക്കാലിക പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടല്ല, അത് ഭൗമികമാണ്. ഭൗതികമായ ലോകത്ത് അപ്രകാരമുള്ള ശ്രമങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഭക്ഷണം വേണോ? ഭക്ഷണം ഉണ്ടാക്കിയെടുക്കണം, ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് വിശപ്പടങ്ങുക. എന്നാൽ ജീവൻ നിലനിർത്തുക എന്ന ധർമ്മം ഭക്ഷണം നിർവഹിക്കുന്നത് നമ്മുടെ കരങ്ങളാലല്ല. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഉപയുക്തമാകുന്നത് നമ്മുടെ കഴിവിനാലല്ല. അവിടെ ദൈവം നിത്യതയായി നമ്മളോടൊപ്പമുണ്ടെന്നും ആ നിത്യതയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ബോധ്യം നമുക്കുണ്ടാവുകയും താൽക്കാലിക പരിമിതികളെ മറികടക്കാനുള്ള ഉപായമായി ദൈവത്തെ കാണാതെ നിത്യജീവിതം നമുക്കുണ്ട് എന്നൊരു ബോധ്യത്തിൽ അനശ്വരമായ പ്രകാശത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുകയും ചെയ്യണമെങ്കിൽ നാം ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിക്കണം. അങ്ങനെ എന്റെ ആവശ്യങ്ങളെക്കാൾ ഉപരിയായി അവരെന്റെ ആവശ്യത്തെ ഞാൻ കാണാൻ തുടങ്ങുമ്പോൾ, എന്റെ ഇഷ്ടങ്ങളെക്കാൾ അവരെന്റെ ഇഷ്ടത്തെ പ്രധാനമായി കരുതാൻ തുടങ്ങുമ്പോൾ
എന്നേക്കാൾ ഉപരിയായി മറ്റുള്ളവനെ കാണുകയും അവനിൽ ക്രിസ്തുവിനെ ദർശിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ഈ ലോകത്ത് വെച്ച് തന്നെ ഒരു വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത്, ഒരു സ്വർഗീയ ജീവിതം ആരംഭിക്കുന്നത്. അനശ്വരമായ ജീവിതമാണത്. അവനവനെ ഉപേക്ഷിച്ച് അവരന് വേണ്ടിയായി തീരുന്ന ഒരാൾ ജീവിക്കുന്നത് അവനവനിലല്ല, അവരിൽ കൂടിയാണ്. ഈ അവരിലുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ സ്വർഗീയ ജീവിതം എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തു പ്രഘോഷണം യഥാർത്ഥത്തിൽ ഈ ലോകത്ത് അർത്ഥശൂന്യമായി പോകും. ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ അവനവനെ നിഷേധിച്ച് അവരന് വേണ്ടിയായി തീരുക എന്ന സ്വയമുപേക്ഷയുടെ ആത്മാർപ്പണത്തിന്റെ വഴിയെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗീയമായ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശ നിരാശയില്ലാത്തൊരു ലോകത്തേക്ക്, അനശ്വരതയുടെ ലോകത്തേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ലോകത്തിന്റെ താല്പര്യങ്ങളിൽ നിന്ന് മറികടന്ന് മുൻപോട്ട് പോകാൻ എത്രത്തോളം നമുക്കാവുമെന്നതിനെ കുറിച്ചാണ് ആത്മീയ വഴിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇന്ന് അപജയപ്പെട്ടു പോകുന്നത് ഈ ആത്മീയതയാണ്. അതിനു പകരം സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കുറുക്കു വഴിയായി കേവല ഉപകരണമായി പ്രാർത്ഥനയെയും ദൈവത്തെയും കരുതിപ്പോകുന്ന ഒരു സംവിധാനമാണ് ആനുകാലിക ലോകത്ത് പ്രബലപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അതിനെതിരായി നിലകൊള്ളാൻ ക്രൈസ്തവരെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്കും കടപ്പാടുണ്ട്. ഇപ്പൊ തിരുനാളുകളുടെ കാലമാണല്ലോ. ചുറ്റുപാടും തിരുനാളുകൾ കൊടുമ്പിരി കൊള്ളുകയാണ്. താളമേളങ്ങളും വാദ്യോപകരണങ്ങളും കൊടിതോരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ വിസ്മയിപ്പിക്കുന്ന രീതിയിലായി മാറിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് വിശുദ്ധാത്മാക്കളുടെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നത്. നാം വിശുദ്ധാത്മാക്കളെ നിഷേധിക്കുന്നതിന്റെ അടയാളമായിട്ട് അതിനെ കാണാൻ പറ്റണം. നിസ്വരായി ജീവിച്ച് ഈ ലോകം പ്രധാനപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് കടന്നുപോയവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് തങ്ങളുടെ ജീവിതം സമർപ്പണമായി മാറുന്നതിലൂടെ, അപരോന്മുഖമായി മാറുന്നതിലൂടെ, അനേകർക്ക് നന്മയായി മാറുന്നതിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയും അനശ്വരമായ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തവർ. ഈ ലോകത്തിന് ഇഷ്ടങ്ങളെ തൃണവൽഗണിച്ച ഈ വിശുദ്ധാത്മാക്കളെ ലോകത്തിന് മുൻപിൽ നാം ഇന്ന് അവതരിപ്പിക്കുന്നത് ആഡംബരങ്ങളുടെ മധ്യയാണ്, അലങ്കാരങ്ങളുടെ മധ്യയാണ്. വാസ്തവത്തിൽ എത്രത്തോളം അപകടകരമായ ഒന്നാണ് ഈ തിരുനാളാഘോഷങ്ങളുടെ പേരിൽ സംഭവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ തിരുനാളാഘോഷങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, വിശുദ്ധരെ നമ്മൾ സ്മരിക്കുന്നതും ആ വിശുദ്ധ പുണ്യങ്ങളെ കുറിച്ച് പ്രഘോഷിക്കുന്നതുമാണ് വിശ്വാസ പ്രഘോഷത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള തിരുനാളുകൾ. അതേസമയം തന്നെ ഇടവക തലത്തിൽ കൂട്ടായ്മയുടെ ബന്ധം പുലർത്തുന്നവയാണ്. അങ്ങനെ കൂട്ടായ്മയുടെ ബന്ധം വളർത്തുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അത് പണം പിരിച്ചിട്ടല്ല. കൊടിതോരണങ്ങൾ കെട്ടാനും അലങ്കാരങ്ങൾ ഉണ്ടാക്കാനും ഒരു ഇടവക സമൂഹത്തിലെ ജനം ഒന്നാകെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുകയും അപ്രകാരം തങ്ങൾ ഒന്നാണെന്ന ബോധ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന കൂട്ടായ്മയുടെ ആഘോഷങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. എല്ലാം കോൺട്രാക്ട് കൊടുത്ത് നിരവധിയായ അലങ്കാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു, ആഘോഷങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. അവയൊക്കെ പണം കൊണ്ട് നേടാമെന്ന ഒരു കാര്യം നമ്മൾ വെക്കുകയാണ്. കൂട്ടായ്മകൾ കൊണ്ട് നാം നേടിയിരുന്ന, ഒരു ബന്ധത്തിലൂടെ നേടിയിരുന്ന സന്തോഷത്തിന്റെ അവസരങ്ങളെ ഇങ്ങനെ പണം കൊണ്ട് സന്തോഷം നേടാവുന്ന ഒന്നായിട്ട് ഈ ലോകത്തിന് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നു. ഈ ലോകവും നമ്മൾ തമ്മിൽ ഒരു വ്യതിരക്തതയും ഇപ്പൊ ഇല്ല. എല്ലാം ഒന്നുപോലെ തന്നെയാണ്. എല്ലായിടത്തും ആഘോഷങ്ങൾ ഒരുപോലെയാണ്. ക്രൈസ്തവ ആഘോഷങ്ങളുടെ അടിസ്ഥാന മൂല്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ തിരുനാളുകൾ നമ്മൾ ആലോചിക്കണം. ഒരു ചെറിയ പള്ളിയിൽ തിരുനാൾ നടത്താൻ 10 ലക്ഷം രൂപ ചെലവാകുന്നു എന്ന് പറയുമ്പോൾ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത അനേകരുടെ മുമ്പിൽ കാണിക്കുന്ന ധിക്കാരമായിട്ട് കൂടി അതിനെ നമ്മൾ തിരിച്ചറിയണം. വസ്ത്രം ധരിക്കാൻ ശേഷിയില്ലാത്ത അനേകരുടെ മുമ്പിൽ നാം കാണിക്കുന്ന അപകടകരമായ ധാർഷ്ട്യമായിട്ട് വേണം ഈ അലങ്കാരങ്ങളെ നമ്മൾ കാണാൻ. വാസ്തവത്തിൽ ഈ വിശുദ്ധാത്മാക്കൾക്ക് ഇത്തരം ആഘോഷങ്ങളുമായിട്ടും ഇത്തരം ജീവിതവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? സ്വയം നഷ്ടപ്പെടുത്തി സ്വന്തം ജീവിതത്തിന്റെ ആവശ്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് സഹനങ്ങളെ സ്വീകരിച്ച് നിസ്വതയിൽ കടന്നുപോയ ആളുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നുവെന്നും അവർ വിശുദ്ധ സഭയാണെന്നും വിശ്വസിക്കുന്ന നമ്മൾ അവരെ അപഹസിക്കുന്ന രീതിയിലാണ് ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കണം. ഇപ്പൊ സാധാരണ ചോദിക്കുന്നത്, മനുഷ്യർക്ക് സന്തോഷിക്കാൻ വക വേണ്ടേ? മനുഷ്യർക്ക് ഈ ലോകത്തിന്റെ മാതൃകയിലല്ല സന്തോഷങ്ങളെന്ന് പഠിപ്പിക്കുകയാണ് ക്രൈസ്തവികത. ഈ ലോകം സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കാൻ വിളിക്കപ്പെട്ടവനല്ല ക്രൈസ്തവൻ. ഈ ലോകത്തിന്റെ സാധാരണത്വങ്ങളിൽ മനുഷ്യരോടൊപ്പം നമ്മൾ പങ്കുചേരുന്നുണ്ട്. ഈ സാധാരണത്വങ്ങൾക്കൊക്കെ ഉപരിയായ ഒരു സന്തോഷമുണ്ട് ലോകത്ത് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതം. അവിടെയാണ് അങ്ങനെ മാതൃകയായി തീർന്ന വിശുദ്ധാത്മാക്കളെ അവമതിക്കുന്ന രീതിയിൽ ലക്ഷങ്ങൾ മുടക്കിയുള്ള ആഘോഷങ്ങളിലൂടെ അവരെ നമ്മൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവർ ജീവിച്ച് നേടിയ വിശുദ്ധ പുണ്യത്തെ നമ്മൾ തമസ്കരിക്കുകയും കേവലാഡംബരങ്ങളുടെ കെട്ടുകാഴ്ചകളാക്കി അവരുടെ ജീവിതത്തെ മാറ്റിത്തീർക്കുകയും ചെയ്യുന്നു. വിശുദ്ധാത്മാക്കളെ കുറിച്ച് തന്നെ തെറ്റായ നിരവധിയായ ധാരണകൾ നമുക്കുണ്ട്. കാറ്റഗിസം പഠിപ്പിക്കുന്നതിനനുസരിച്ചല്ല വിശുദ്ധാത്മാക്കളെ പലപ്പോഴും നമ്മൾ കാണുന്നത്. കേവല കാര്യസാധ്യത്തിനുള്ള മധ്യസ്ഥന്മാരായിട്ടാണ്.
യഥാർത്ഥത്തിൽ വിശുദ്ധരുടെ മാധ്യസ്ഥതയെക്കുറിച്ച് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 956 പറയുന്നു, സ്വർഗത്തിലെ യേശുക്രിസ്തുവിനോട് കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സഭയെ മുഴുവൻ കൂടുതൽ ദൃഢമായി വിശുദ്ധിയിൽ ഉറപ്പിക്കുന്നു വിശുദ്ധാത്മാക്കൾ. കാറ്റക്കിസം തുടർന്ന് പറയുകയാണ്, ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ഏകമധ്യസ്ഥനായ ക്രിസ്തു വഴി അവർ നേടിയ യോഗ്യത പ്രദർശിപ്പിച്ചുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ നിരന്തരമായി അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അതുകൊണ്ട് അവരുടെ സഹോദരപരമായ താല്പര്യം വഴി നമ്മുടെ ബലഹീനത ഗണ്യമാംവിധം പരിഹരിക്കപ്പെടുന്നു. ദൈവസന്നിധിയിലുള്ള മാധ്യസ്ഥത്തെക്കുറിച്ചാണ് പറയുക. നമ്മുടെ ബലഹീനതകൾക്ക് പരിഹാരമായി അവർക്ക് നിലകൊള്ളാൻ കഴിയും. അവർ ക്രിസ്തുവിനോട് ചേർന്നവരായതുകൊണ്ട്, ക്രിസ്തുവിലായി തീർന്നതുകൊണ്ട് അവരുടെ മാധ്യസ്ഥം പിതാവിന്റെ സന്നിധിയിൽ വിലപ്പെട്ടതാണ്. അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആ മാധ്യസ്ഥം വഴി നമ്മുടെ ബലഹീനതകൾ ഗണ്യമാംവിധം പരിഹരിക്കപ്പെടുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തങ്ങളുടെ ജീവിതം ഈ ലോകത്തിനു വേണ്ടി അല്ലെന്ന് പ്രഖ്യാപിച്ച് ജീവിക്കുകയും ക്രിസ്തുവിലായി തീരുകയും അവരോന്മുഖമായി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരായി മാറുകയും ചെയ്തതുകൊണ്ട് അവർ ജീവിതത്തിൽ നിർവഹിച്ച പുണ്യയോഗ്യതകൾ ക്രിസ്തുവിനുള്ള ഐക്യത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ആ പ്രകാശം നമ്മുടെ ബലഹീനതകളെ മറികടക്കാനുള്ളതാണ്. അപ്പൊ വിശുദ്ധ കൊച്ചുരേസ്യയോട് നമ്മൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കും. ചുമ വരുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, വിശുദ്ധ കൊച്ചുരേസ്യയെ എന്റെ ചുമ മാറ്റി തരണമേ. വിശുദ്ധയുടെ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. എന്താണ് വിശുദ്ധയോട് നമുക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്ന മാധ്യസ്ഥം? അവിടെ കാറ്റക്കിസം പറയുന്നതനുസരിച്ചാണെങ്കിൽ ബലഹീനതയെ ഗണ്യമാംവിധം പരിഹരിക്കാൻ ഈ മാധ്യസ്ഥം നാം ഉപയോഗിക്കേണ്ടിയിരുന്നു. എന്താണ് നമ്മുടെ ബലഹീനത? നമ്മുടെ ബലഹീനത ഈ രോഗമല്ല. ഈ രോഗാവസ്ഥയെ നേരിടാൻ നമുക്ക് കഴിയാതെ പോകുന്ന നമ്മുടെ പരിതാപകരമായ വീഴ്ചയുണ്ട്. ശരീരത്തിൽ ആശ്രയിച്ചും ലോകത്തിൽ ആശ്രയിച്ചും പോകുന്ന വീഴ്ചയുണ്ട്. ആ വീഴ്ചയെ പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ അടയാളമായി ഉയർത്തപ്പെട്ട ഒരാളാണ് വിശുദ്ധ കൊച്ചുരേസ്യ. സാധാരണ മനുഷ്യ സ്ത്രീയായിരിക്കെ സ്വന്തം ജീവിതത്തിൽ ശാരീരികമായി അവൾ നേരിടുന്ന ഏറ്റവും വ്യാകുലപ്പെട്ട ഒരു അനുഭവത്തെ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കാനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതം അർപ്പിക്കാനും അവൾക്കായി എന്നെടുത്ത് അവൾ കാണിച്ച ബലം, ആത്മാവിൽ അവൾ പ്രാപിച്ച ബലം ഞങ്ങൾക്കും പകർന്നു തരണമേ. അതുകൊണ്ട് കൊച്ചുരേസ്യയോട് ചുമ വരുമ്പോൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? നിനക്ക് ക്ഷയം വന്നപ്പോ ആ ക്ഷയം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനും ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാനും ദൈവത്തെ തള്ളിപ്പറയാതിരിക്കാനും നീ കാണിച്ച ആത്മബലം, സഹനത്തോട് നീ പുലർത്തിയ ആ സ്നേഹം ഞങ്ങൾക്കും പകർന്നു തരണമേ, ഞങ്ങളെയും ബലപ്പെടുത്തണമേ. ക്രിസ്തുവിനെ ആശ്രയിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ വേദനകളെ ദൈവസമക്ഷം സ്വീകരിക്കാനും ദൈവത്തിന് നന്ദി പറയാനും അവൾക്കായി. ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്താണ് താനെന്നും ആ കളിപ്പന്ത് ഉണ്ണീശോ കുത്തിപ്പൊട്ടിക്കുകയാണെന്നും വിശ്വസിക്കാൻ ലാളിത്യത്തോടെ അവൾക്ക് കഴിഞ്ഞു. എനിക്കത് കഴിയാതെ പോകുന്നു. എൻ്റെ ഒരു ചെറിയ വേദനയെപ്പോലും അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നു. ഈ ബലഹീനാവസ്ഥയിൽ വിശുദ്ധയുടെ മാധ്യസ്ഥം എനിക്ക് ബലം പകരുന്ന ഈ ബലഹീനതയിൽ വിശുദ്ധയുടെ മാധ്യസ്ഥം എനിക്ക് ശക്തി പകരുന്നതാണ്. വിശുദ്ധയോട് ചേർന്ന് എനിക്ക് ക്രിസ്തുവിൽ കൂടുതൽ സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയും, നന്ദിയോടെ ജീവിക്കാൻ കഴിയും. ആ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിന് പകരം കേവലമായി ഈ രോഗം മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥനയായിട്ട് അത് മാറ്റപ്പെട്ടു. ഇപ്പോൾ തിരുനാളുകളൊക്കെ ഒത്തിരി അരങ്ങേറുന്നൊരു സമയമാണല്ലോ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളുകളാണ് കേരളത്തിലുടനീളം നമുക്കിപ്പോൾ കാണാൻ പറ്റുക. ജനുവരി 20 മുതൽ ആരംഭിച്ച തിരുനാളാഘോഷങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ് പല ദേവാലയങ്ങളിൽ. അങ്ങനെ ദേവാലയങ്ങളിൽ വിശുദ്ധനോട് മാധ്യസ്ഥം വഹിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായി പറയുന്നത് പഞ്ഞം പട വസന്ത എന്നിവയിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ്. കാലങ്ങളായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന. യഥാർത്ഥത്തിൽ ഈ പഞ്ഞം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്, ഇല്ലായ്മയാണ്. ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് എന്താണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്? അത് സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു വഴിയായിട്ടാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം പറയും, സഹിച്ച് ദൈവസന്നിധിയിൽ എത്തിയവർ തങ്ങളുടെ ക്ലേശങ്ങളെ കഴുകി വെളുപ്പിച്ചവരാണ്, ജീവിതത്തിലെ കഷ്ടതകളെ കഴുകി വെളുപ്പിച്ചവരാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ സ്വന്തം സഹനങ്ങളെ കഴുകി വെളുപ്പിച്ചവർ ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് മാറുന്നു, ശുഭ്രവസ്ത്രധാരികളായിട്ട് മാറുന്നു. അപ്പൊ സഹനങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഈ ലോകത്തെ മറികടക്കാനുള്ള ഉപാധിയാണെന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഞ്ഞം മാറ്റിത്തരണമേ എന്നാണ്. ദാരിദ്ര്യം നല്ലതാണെന്ന് ചോദിച്ചാൽ ഒരു ഭൗമികമായ അനുഭവത്തിൽ ഏറ്റവും ക്ലേശകരമായ ഒരു കാര്യമാണ് ദാരിദ്ര്യം. പക്ഷെ ആ ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായ ബോധ്യമുള്ളവരാകണം. ഇന്ത്യയിൽ 90% ആളുകളും ദരിദ്രരാണ്. ദരിദ്ര ജനകോടികൾ തിങ്ങിപ്പാർക്കുന്നിടാണ്.
കേരളത്തിന്റെ സാമൂഹ്യ ചുറ്റുപാട് മാത്രം കണ്ടുകൊണ്ട് ദാരിദ്ര്യത്തെ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഇന്ത്യയിലേക്ക് പോകണം, പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകണം. ഉടുക്കാനില്ലാത്തവരും കഴിക്കാനില്ലാത്തവരും ഒരു നേരം പോലും ഭക്ഷണമില്ലാത്തവരായി അലയുന്നവരും അനേക കോടികൾ തലചായ്ക്കാൻ ഇടമില്ലാത്തവർ. അങ്ങനെ അനേക കോടി ദരിദ്രരുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ദാരിദ്ര്യത്തെ എന്താണ് ചെയ്യേണ്ടത്? അവരന്റെ ദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവനവൻ തന്നെ അവനവന്റെ ഉപഭോഗത്തെ അവരന് വേണ്ടി മാറ്റിവെക്കാൻ എത്രത്തോളം മനസ്സ് കാണിക്കുന്നുവോ, എന്റെ കൈവശമുള്ള ഭക്ഷണം അവരന്റെ വിശപ്പടക്കുന്നതിന് വേണ്ടിയുള്ളതാക്കി ഞാൻ സ്വയം കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ് സ്വയം സമർപ്പണം ഉണ്ടാകുന്നതും യഥാർത്ഥത്തിൽ ആത്മാവിൽ ഉദ്ധിതമാകുന്ന അവസ്ഥയിലേക്ക് ജീവിക്കാൻ പറ്റുന്നതും. നമ്മൾ നമ്മുടെ കാര്യം നേടാൻ വേണ്ടി ദാരിദ്ര്യം മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ഇടയിൽ വന്ന് നിരവധി ആളുകളാണ് 5 സെന്റ് സ്ഥലമെങ്കിലും വാങ്ങി ഒരു വീട് വെക്കാൻ കനിയണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. വീടില്ലാത്തവർ അനേകരാണ്. വീടില്ലായ്മ ഒരു ദുഃഖമുള്ള കാര്യമാണ്, ക്ലേശകരമായ കാര്യമാണ്. തലചായ്ക്കാൻ ഇടമില്ലാതെ ഭൂമിയിൽ വന്ന അലഞ്ഞ ഒരുവന്റെ അനുയായിയാണ് എന്ന കാര്യം ഓർക്കുമ്പോഴാണ് എൻ്റെ ഇല്ലായ്മ അതിൻ്റെ ബലഹീന വശത്തിൽ നിന്ന് ബലവത്തായ സ്വർഗീയാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാത്തവനൊക്കെ ഇല്ലാത്തവനായി കഴിയട്ടെ എന്നല്ല, എല്ലാവർക്കും ഉണ്ടാകട്ടെ, എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, തുല്യത ഉണ്ടാകട്ടെ, എല്ലാവർക്കും കിടക്കാൻ ഇടവും ഭക്ഷിക്കാൻ വകയും ഉടുക്കാൻ വസ്ത്രവും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ അത് എന്റെ കാര്യം കാണാനുള്ള കുറുക്കു വഴിയാണ് തെറ്റിദ്ധരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പഞ്ഞം മാറണമേ. പഞ്ഞം എന്റേതായിട്ട് മാത്രമല്ല, ദാരിദ്ര്യം എന്റേതല്ല. ശരിക്കും പറഞ്ഞാൽ പഞ്ഞം മാറണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വ്യക്തിപരമായൊരു കാര്യമല്ല. എന്റെ കഷ്ടപ്പാടും ക്ലേശവും ഇല്ലായ്മയും മാറ്റണമെന്നല്ല അതിനർത്ഥം. പക്ഷെ ഞാൻ ഈ അടുത്ത് കേൾക്കാനിടയായ ഒരു പ്രഘോഷണത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് സ്വന്തം ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയാണ്. പഞ്ഞം എന്നത് ഒരു സാമൂഹിക കാഴ്ചപ്പാടിൽ ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴുള്ള കാര്യമാണ്. എല്ലാവർക്കും ഒരേപോലെയാകുന്ന ഒരു കാലം, അടിയന്തരാവസ്ഥയുടെ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, അരിയില്ലാതെ വന്നൊരു കാലമുണ്ട്, ഭക്ഷ്യവസ്തുക്കളില്ലാതെ ക്ഷാമം വന്നൊരു കാലമുണ്ട്. അന്ന് ചോളമൊക്കെ മേടിച്ച് ആൾക്കാർ ഭക്ഷിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അരി കിട്ടാനില്ല. അങ്ങനെ അരി കിട്ടാനില്ലാതെ പോയൊരു കാലമുണ്ട്. ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമുണ്ട്. വെള്ളം കിട്ടാതെ പോകുന്ന കാലഘട്ടമുണ്ട്. ഇങ്ങനെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യമായ വിപത്തായി മാറുന്ന സമയത്ത് അവിടെ ദൈവത്തിനോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് എനിക്ക് എൻ്റെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയല്ല, എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയല്ല, ലോകത്ത് മനുഷ്യർക്ക് സുഭക്ഷതയുണ്ടാകണം, അവന്റെ കഷ്ടതകളിൽ നിന്ന് മോചനം ഉണ്ടാകണം. അതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞാൻ പ്രവർത്തന വഴിയിലേക്കാണ് ഇറങ്ങുന്നത്. ഞാൻ വിശുദ്ധന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് കേവല ദാരിദ്ര്യം മാറാനുള്ള പ്രാർത്ഥനയായിട്ട് മാറരുത്. കാരണം നിസ്വതയിലേക്ക് പ്രവേശിച്ച ഒരു വിശുദ്ധനോട്, രക്തസാക്ഷിയായ ഒരാളോട്, വിശ്വാസത്തെ പ്രതി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായ ഒരാളോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യം കാണാൻ വേണ്ടിയാണ്. യുദ്ധങ്ങൾ അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് രണ്ടാമത്തെ ആവശ്യം. പട യുദ്ധസമാനമായി മാറിയ മാനസങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇന്ന് കേരളത്തിലെ സ്ഥിതി നമ്മൾ ആലോചിക്കണം. എല്ലാ ദിവസവും കൊലപാതകങ്ങളാണ്. 2 പേരെയും 3 പേരെയും കൊന്നുകളയാൻ, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നുകളയാൻ മടിക്കാത്ത അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും കാലുഷ്യത്തിന്റെയും ഹൃദയമായി നമ്മുടെ ഹൃദയം മാറുന്നു എന്നത് അപകടകരമായൊരു കാര്യമാണ്. അവിടെ നിലപാടാണ് എടുക്കേണ്ടത്. നമുക്കുള്ള ദൗത്യം ഈ ലോകത്ത് സമാധാനം വിതയ്ക്കാനുള്ളതാണ്. സമാധാനം പ്രഘോഷിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനു പകരം നമ്മൾ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഈ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധന്റെ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ കഷ്ടത ഉണ്ടാവുമ്പോൾ, ക്ലേശം ഉണ്ടാവുമ്പോൾ, കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാവുമ്പോൾ അതിനെതിരെ നിലകൊള്ളാനുള്ള ശക്തിക്ക് വേണ്ടിയാണ്. അവർ പുലർത്തിയ മനോദൃഢത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. പിന്നെ രോഗങ്ങൾ മാറാൻ. രോഗങ്ങൾ യഥാർത്ഥത്തിൽ അപകടകാരികളാണോ ആത്മീയതയിൽ? ആത്മീയമായൊരു വശം നമ്മൾ പരിശോധിക്ക്. ഓരോ രോഗവും നമ്മെ ബലക്ഷയത്തിലേക്ക് നയിക്കുന്നുണ്ട്. ആ ബലക്ഷയങ്ങളൊക്കെ ആത്മാവിനെ ശക്തീകരിക്കുന്നവയാണ്. രോഗാവസ്ഥകളിലാണ് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് കരുതലും ബോധ്യം ഉണ്ടാകുക, അവനവന്റെ ജീവിതത്തെ പരിശോധിക്കാനിടയാകുക. ഒരു രോഗവും നമ്മെ തകർത്ത് കളയുന്നതല്ല. ഒരു രോഗവും അവസാനമല്ല. മരണം നമ്മുടെ അവസാനമല്ല. ഇതൊക്കെ പഠിപ്പിച്ച ആളുകളാണ് വിശുദ്ധാത്മാക്കൾ. സെബസ്ത്യാനോസിനെ തന്നെ ആലോചിക്ക്. അദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. വിശ്വാസ പ്രഘോഷകനായി മാറിയ ഒരു പടയാളി കർത്താവിന്റെ സന്നിധിയിൽ തന്റെ ജീവിതം സമർപ്പിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ അമ്പെയ്തിട്ടും മരിക്കുന്നില്ല. തുടർന്ന് ഗത കൊണ്ടടിച്ചാണ്
രാജാവ് വിശുദ്ധനെ വധിക്കുന്നത്. അങ്ങനെ രക്തസാക്ഷി മകുടം ചൂടിയ ഒരു വിശുദ്ധന്റെ മുൻപിൽ ഈ ലോകത്ത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കാൻ എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം എന്റെ ജീവിത പ്രതിസന്ധികൾക്കകത്ത് അങ്ങ് പുലർത്തിയ വിശ്വാസത്തിന്റെ ദൃഢത പ്രകാശിപ്പിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്ന വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥത്തെ മറന്നുകൊണ്ട് കാര്യം കാണാനുള്ളതാണ് മാധ്യസ്ഥം എന്ന തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ വഴുതി വീഴുന്നു. നമുക്കറിയാലോ, സെന്റ് ജോർജിന്റെ ദേവാലയങ്ങളിൽ കോഴിയെ കൊടുക്കുന്ന നേർച്ചയൊക്കെയുള്ളത്. എന്ത് ബന്ധമാണ് വിശുദ്ധ സെന്റ് ജോർജും കോഴിയായിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ വിശുദ്ധി വിശ്വാസ പ്രഘോഷണത്തിലാണ്, വിശ്വാസം ഏറ്റുപറഞ്ഞതിലാണ്. വിശ്വാസത്തോട് ദൃഢത പുലർത്തിയ വിശുദ്ധനെ കൊന്നുകളയുകയാണ്. അങ്ങനെ രക്തസാക്ഷിത്വം വഹിച്ച ഒരു വിശുദ്ധനെ പ്രതി ഒരു ഐതിഹ്യമുള്ളത് ഉയർത്തിയിട്ട് ഒരു വ്യാളിയെ കൊന്നു രാജകുമാരിയെ രക്ഷിച്ചു എന്നൊരു കഥയെ പിൻപറ്റി നാം കോഴിയെ കൊടുക്കുകയാണ്. ഈ വ്യാളി പാമ്പാണ് തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ പാമ്പ് വരാതിരിക്കാൻ കോഴിയെ കൊടുക്കുന്ന നേർച്ചകൾ. ആ കോഴിയെ ഈ ദേവാലയത്തിന് മുൻപിൽ കൊണ്ടുപോയി കൊന്നു ഭക്ഷിച്ചാൽ അത് ഗുണം ചെയ്യുന്നു വിശ്വസിക്കുന്നവർ. നമ്മുടെ വിശ്വാസം വഴിതെറ്റെന്ന് നമ്മൾ ആലോചിക്കണം. മിസ്റ്റർ സെന്റ് ജോർജ് ഈ ലോകത്ത് നമുക്ക് കാട്ടിത്തരുന്ന വിശ്വാസ മാതൃക യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതം വിശ്വാസത്തിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. ആ സമർപ്പണത്തെ നമ്മൾ തള്ളിക്കളഞ്ഞു. നമുക്ക് കോഴി മതി, നമുക്ക് വ്യാളി മതി. അതുകൊണ്ടാണ് ഒരു ചെടുത്തി വിശുദ്ധനെ തിരുസ്വരൂപത്തെ തൊട്ടുമൊത്തുമ്പോൾ വ്യാളിയെയും കൂടി തൊട്ടുമൊത്തുന്നു. വിശുദ്ധനെങ്ങാനും കൈവിട്ടാൽ വ്യാളിയെങ്കിലും തുണയുണ്ടാകണമേ. അപ്പൊ എത്രത്തോളം അധപ്പതിച്ചു പോകുന്നുണ്ട് നമ്മുടെ വിശ്വാസം നമ്മൾ ആലോചിക്കണം. വിശുദ്ധരോടുള്ള മാധ്യസ്ഥത്തിൽ നിരവധിയായ പിഴവുകളാണ് ഇപ്രകാരം നമുക്ക് കാണാൻ പറ്റുക. വിശുദ്ധ അന്തോനീസ് അസാധികാരങ്ങളുടെ മധ്യസ്ഥനാണ് എന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങൾക്ക് പ്രധാനമായിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, വിവാഹ തടസ്സം മാറാൻ. ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ആലോചിക്കണം. വിവാഹം വേണ്ടെന്ന് വെച്ച് ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിതനായ രക്തസാക്ഷിയാക്കാനുള്ള ത്വര കൊണ്ട് ഫ്രാൻസിസ്കൻ ഓർഡറിൽ വന്ന് ദൈവവചന പ്രഘോഷണം വഴി ഈ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു മഹാവിശുദ്ധന്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കല്യാണം നടത്തി തരണമേ, കാണാതെ പോയ വസ്തുക്കൾ അന്വേഷിച്ചു തരണമേ. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഇങ്ങനെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധാത്മാക്കളെ നമ്മൾ പ്രയോഗിക്കുന്നു എന്നത് അവരെത്രത്തോളം തരം താഴ്ത്തുന്ന പ്രവൃത്തിയാണെന്ന് ആലോചിക്കണം. വീട്ടിൽ വെച്ചിട്ട് താക്കോല് കാണാതെ പോയി താക്കോല് കിട്ടാൻ വേണ്ടി വിശുദ്ധനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ താക്കോൽ അന്വേഷിച്ച് കണ്ടെത്തി തരുന്നതാണ് വിശുദ്ധന്റെ പണിയെന്ന് തെറ്റിദ്ധരിക്കും വിധം വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെയും അവർ ജീവിച്ച പുണ്യമാതൃകയെയും ഇങ്ങനെ അവഹേളിക്കാൻ മനസ്സ് കാണിക്കുന്ന തരത്തിൽ നമ്മൾ താഴ്ന്നു പോകുമ്പോൾ ഈ ലോകസമക്ഷം വിശുദ്ധിയെ നമ്മൾ അവമതിക്കുകയാണ്, വിശുദ്ധ ജീവിതത്തെ അവമതിക്കുകയാണ്. കേവലം മൂർത്തി സങ്കല്പങ്ങളായിട്ട് അവരെ മാറ്റി തീർക്കുകയാണ്. ഇങ്ങനെ നിരവധിയായ വിശുദ്ധരെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. രസകരമായൊരു പ്രാർത്ഥന നിങ്ങളോട് ഞാൻ പറയാം. അത് മിസ്റ്റർ റോക്കിയോടുള്ളതാണ്. രോഗികളുടെ മധ്യസ്ഥനാണ് മിസ്റ്റർ റോക്കി. 1295 ഫ്രാൻസിലെ ലാംഗ്ഡോക്കിൽ അദ്ദേഹം ജനിക്കുന്നു. മോൺപെല്ലിയറിലെ ഒരു ഗവർണറുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. 20ാമത്തെ വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന് മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു. ജനിച്ചപ്പോൾ തന്നെ ഒരു കുരിശടയാളം ശരീരത്തിലുണ്ടായിരുന്നു. അങ്ങനെ വിശുദ്ധൻ വളർന്നു വരവേ അദ്ദേഹം പുണ്യമാർഗങ്ങളിലൂടെയാണ് മുൻപോട്ട് പോയത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ 20ാമത്തെ വയസ്സിൽ നഷ്ടപ്പെടുന്നു. തന്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്കും രോഗികൾക്കുമായി കൊടുത്ത് നിസ്വനായി തീർത്ഥാടകനായി അദ്ദേഹം മാറുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന ഘട്ടത്തിലാണ് ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ പ്ലേഗ് ബാധിതരുണ്ട്. ഈ പ്ലേഗ് ബാധിതരെ കാണുമ്പോൾ അവരെ ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ശുശ്രൂഷിച്ച് അദ്ദേഹം അവസാനം രോഗിയായിത്തീരുന്നു. അക്കാലത്ത് പ്ലേഗ് പോലുള്ള മഹാമാരികൾ ഉണ്ടാകുമ്പോൾ അവരിന്ന് രക്ഷപ്പെട്ടു പോവുക എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ശുശ്രൂഷിക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഗ്രാമവാസികളെ അദ്ദേഹം ശുശ്രൂഷിക്കുന്നത്. അവസാനം അദ്ദേഹത്തിന് രോഗം വന്നപ്പോൾ അവർ അദ്ദേഹത്തെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അദ്ദേഹം ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ ഗുഹയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വെള്ളം ദാഹിക്കുന്നു. അപ്പോൾ ദൈവം ഒരു അരുവി ഒഴുക്കുകയാണ് അതുവഴി. അദ്ദേഹത്തെ നിരന്തരമായി ശുശ്രൂഷിച്ചിരുന്നത് ഒരു നായാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുക നോക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു നായാണ്. ഇതാണ് മിസ്റ്റർ റോക്കിയുടെ ജീവിതം. അപ്രകാരം സ്വയം സമർപ്പിതനായി തീർന്ന വിശുദ്ധാത്മാവായ മിസ്റ്റർ റോക്കിയോട് ബാല്യകാലത്തിൽ വീട്ടുകാരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നൊരു പ്രാർത്ഥന, പട്ടിയോടുള്ള ഭയത്തിൽ നിന്ന് മോചനം നേടാൻ മിസ്റ്റർ റോക്കിനോട് പ്രാർത്ഥിച്ചാൽ മതി. നല്ല കാര്യമാണ്. കാരണം വിശുദ്ധനെ ശുശ്രൂഷിച്ച ആളാണ് നായ. പക്ഷെ പറഞ്ഞു പഠിപ്പിച്ച പാഠത്തിൽ അങ്ങനെയല്ല. പട്ടിത്തല വെട്ടിക്കള റോക്കി പുണ്യാളാണ്.
നമ്മൾ ആലോചിച്ച് നോക്കണം. വിപരീതമായൊരു കാര്യം പറയാം. വിശുദ്ധനെ സഹായിച്ച് ദൈവത്താൽ നിയോഗിതനായി സഹായിച്ച ഒരു നായ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ നായയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തെ രോഗാവസ്ഥയിൽ ശുശ്രൂഷിച്ച ആ നായ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സഹായമായിട്ട് അനുഭവപ്പെട്ടതാണ്. അത് വെട്ടിക്കളയാനാണ് നമ്മൾ പറയുക. പ്രാർത്ഥന അപജയപ്പെട്ടു പോകും. നമ്മൾ ആലോചിക്കണം. രോഗികളുടെ മധ്യസ്ഥനായി തീരുമ്പോൾ മിസ്റ്റർ റോക്കിനെ നമ്മൾ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഓർക്കാൻ പറ്റുക? തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിച്ച് അവസാനം രോഗിയാവുമ്പോൾ ദൈവസന്നിധിയിലായിത്തീരുന്ന, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്വയം സമർപ്പിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണമെന്നാണ് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത്. രോഗത്തിന്റെ ബലഹീനാവസ്ഥയിൽ മനം തകർന്നു പോകരുതെന്നും ദൈവം ആശ്രയമായിട്ടുണ്ടെന്നും പഠിപ്പിക്കുകയാണ് മിസ്റ്റർ റോക്ക്. മിസ്റ്റർ റോക്കിൽ നാം പ്രാപിക്കേണ്ട ബലം അതാണ്. ഒരു രോഗാവസ്ഥയിൽ നിരാശപ്പെടാതെ ദൈവാശ്രയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയണമെന്ന പാഠമാണ് മിസ്റ്റർ റോക്ക് നൽകുന്നത്. പക്ഷെ നമ്മളത് ഓർക്കാറില്ല. മിസ്റ്റർ ബാർബരയെ കുറിച്ച് നമുക്കറിയാം. 3-ാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ ഹെരിയോപോളസിൽ ജനിക്കുന്ന പേഗൻ മതവിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന വിശുദ്ധയാണ്. വിശുദ്ധ ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുന്നു. അതിനെതിരെ എതിർപ്പുണ്ടാകുന്നു. അതിന് അവളെ കൊന്നുകളയാനായി തീരുമാനിക്കുന്നു. പല വട്ടങ്ങളിലായി അവളെ കൊന്നുകളയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതിന് അവസാനം അവളെ കൊല്ലുകയാണ് രാജാവ്. അവളുടെ തല വെട്ടിയെടുക്കുന്നു. ആ സമയത്ത് ഇടിമിന്നലേറ്റ് അവളുടെ തല വെട്ടിയ രണ്ടുപേരും കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം. വിശ്വാസ വഴിയിൽ പ്രചരിക്കപ്പെട്ട് കേട്ട കഥ വേറൊന്നാണ്. അത് മിസ്റ്റർ ബാർബര ഇടിമിന്നലേറ്റ് മരിക്കുന്ന പ്രവചനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മാളിക പണിത് അതിനകത്ത് അവളെ ഇരുത്താൻ നോക്കി. അവൾ ഇറങ്ങി മൈതാനത്ത് നിന്നു. മൈതാനത്ത് നിന്നപ്പോൾ ഇടിമിന്നലുണ്ടായി. ഇടിമിന്നൽ ഈ മണിമാളികയെ തകർത്ത് കളഞ്ഞു. അവൾ രക്ഷപ്പെട്ടു എന്നാണ് പ്രചരിച്ച കഥ. വാസ്തവത്തിൽ അവൾ രക്തസാക്ഷിയായതാണ്. ക്രിസ്തു വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിയായതാണ്. അങ്ങനെ രക്തസാക്ഷിയായപ്പോൾ ദൈവം ഒരടയാളമായി ഒരു മിന്നൽ അയച്ചുവെന്നും ആ മിന്നൽ അവളെ വിധിക്കുകയും കൊല്ലുകയും ചെയ്ത ആളുകളെ കൊന്നുകളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ വിശുദ്ധ സഹായിക്കണമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. തന്റെ വിശ്വാസം ഉറക്കെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി ജീവിതം ഉപേക്ഷിച്ച ആളുകളാണ് ഇവരൊക്കെ. സെബസ്ത്യാനോസ് ആയാലും ഗീവർഗീസ് സഹതയായാലും ബാർബരയായാലും ജീവിതം സമർപ്പിച്ച ആളാണ് മിസ്റ്റർ റോക്ക്. ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകളെ നമ്മുടെ ജീവിതത്തിലെ താൽക്കാലികതകൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയുള്ള കുറുക്കു വഴികളായി കാണുകയും അവർ യഥാർത്ഥത്തിൽ പ്രഘോഷിച്ച വിശ്വാസ ചൈതന്യത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന മനോഭാവത്തിൽ നിന്ന് നമുക്ക് മാറ്റമുണ്ടാകണം. ഇപ്രകാരം അവരെ കാര്യസാധ്യത്തിനുള്ള ഉപകരണങ്ങളായി അവതരിപ്പിക്കുന്നതിലൂടെ വാസ്തവത്തിൽ സത്യവിശ്വാസത്തെ നാം അവമതിക്കുകയാണ്. തിരുനാളാഘോഷങ്ങളൊക്കെ വിശുദ്ധരെ അവമതിക്കുന്നതായിട്ട് മാറുകയാണ് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് വിശുദ്ധരോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണം. എന്റെ ബലഹീനതയിൽ ശക്തി പകരാൻ നിങ്ങളുടെ ബലം എനിക്ക് നൽകണമേ. ചുമ വരുമ്പോൾ സഹിക്കാൻ പറ്റാത്ത എനിക്ക് ക്ഷയം വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിച്ച നിന്റെ ബലം എനിക്ക് നൽകണമേ എന്ന് കൊച്ചുരേശിയോട് പ്രാർത്ഥിക്കണം. പീഡനങ്ങളിലും വേദനകളിലും ഒക്കെ പതറിപ്പോകാതെ വിശ്വാസത്തെ ഉറക്കെ പ്രഘോഷിച്ച വിശുദ്ധാത്മാവിസ്ത്യാനോസിന്റെ സ്നേഹവും കരുതലും നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ വിശ്വാസ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കാനും വിശ്വാസ വഴിയിൽ ചരിക്കാനും ബലഹീനതകളിൽ നിന്ന് മോചനം നേടാനും വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം നാം പ്രാർത്ഥിക്കണം. ഈ ലോകത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള കേവല ഉപകരണങ്ങളായി അവരെ തരം താഴ്ത്തരുത്. വിശ്വാസ പ്രഘോഷകരായിട്ടാണ് നാമം വിളിക്കപ്പെടുന്നത്. അവരുടെ അതേ വഴിയിലാണ് നമ്മൾ ഒന്ന് ഓർക്കണം. നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയണം. അവരുടെ കൂട്ടായ്മ നമ്മോടുകൂടെയുണ്ട്. വിശുദ്ധാത്മാക്കളെ ആശ്രയിക്കുമ്പോൾ അവരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ജീവിക്കാനുള്ള കരുത്താണ് നമുക്ക് ലഭിക്കുക. ആ കരുത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനെതിരായി വരുന്ന അപജയ പ്രഘോഷണങ്ങളെ, തെറ്റായ പ്രഘോഷണങ്ങളെ, തെറ്റായ വിശ്വാസ ചിന്തകളെ നാം നിഹനിക്കേണ്ടതുണ്ട്. അതുവഴി ക്രിസ്തുവിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് വിശുദ്ധാത്മാക്കളോട് ചേർന്ന് ദൈവത്തെ അനവരതം സ്തുതിക്കാൻ വേണ്ടി, നിത്യതയെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഈ ലോക ജീവിതത്തെ മാറ്റി തീർക്കാൻ എനിക്ക് നിങ്ങൾക്കും ദൈവാത്മാവ് കരുത്തു പകരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.